അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചതേ, ഉം. ഈ സംഭവം എവിടാണ്, റൂമിന്റെ റെന്റ് എത്രയാണ്, പിന്നെ നമ്മളെ കയ്യിൽ സ്റ്റുഡിയോ ഉണ്ടോ, 1 BHK ബിൽഡിങ്ങിൽ അവൈലബിൾ ആണോ, ഓക്കെ. പിന്നെ ഫർണിച്ചറും കാര്യങ്ങളും ഇറക്കാൻ ഏകദേശം എത്ര രൂപ അവർക്ക് ആ ബിൽഡിങ്ങിൽ. ഇപ്പം നമ്മൾ വീഡിയോ ഇട്ടത് ഇതല്ലേ, അപ്പം അതിൽ റൂം റെന്റ് സേവ് എത്ര വരും, പിന്നെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ, അതൊക്കെ അറിയണ്ടേ. ഇങ്ങനെ ഫ്ലാറ്റ് എടുക്കുക കാര്യങ്ങൾ, അതിൻ്റെ ഒക്കെ ഇടം ചാർജ്, ജാരി ഫീ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ടെൻഡൻസി കോൺട്രാക്റ്റിൻ്റെ ഒക്കെ കമ്മീഷന്, അഡ്മിൻ ഫീ, ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമുണ്ട്. എന്തിന്? അല്ലാണ്ട് പിന്നെ എന്തെന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. എന്നാ പറ. അതെ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ ഫ്ലാറ്റ് എടുത്തതും അതിലിങ്ങനെ ഫർണിച്ചർ ഇറക്കണതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ഞാൻ ചിരിക്കണേ? ഞാൻ ചിരിക്കുന്നില്ല, ഈ പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാമെന്നുള്ള രീതിക്ക് വന്നിരിക്കും. കുറച്ച് ആൾക്കാർ ചോദിച്ചതേ, ഈ സംഭവം എവിടാണ്, റൂമിന്റെ റെന്റ് എത്രയാണ്, പിന്നെ നമ്മളെ കയ്യിൽ സ്റ്റുഡിയോ ഉണ്ടോ, 1 BHK ബിൽഡിങ്ങിൽ അവൈലബിൾ ആണോ, പിന്നെ ഫർണിച്ചറും കാര്യങ്ങളും ഇറക്കാൻ ഏകദേശം എത്ര രൂപ ആയി, റൂം റെന്റ് എത്ര, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ചോദിച്ചിരുന്നു. ഇൻസ്റ്റയിലും കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇത് എവിടെ എന്ന് പറയും, ഇത് ഏത് ലൊക്കേഷൻ പറയും ഇതിന്റെ? ഇത് ലൊക്കേഷൻ എന്ന് പറയുന്നത് സഹാറ സെൻറ്റർ ആണ്. അതായത് ദുബായ്ക്കും ഷാർജയുടെ ബോർഡറിലായിട്ട് വരും ഇത്. പിന്നെ നിങ്ങൾ ദുബൈയിലൊക്കെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഷാർജയ്ക്കും ദുബൈക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ദുബൈയിലോട്ട് മെട്രോ ആക്സസ് ചെയ്യാനും, മെട്രോയിൽ ആക്സസ് ചെയ്താൽ പിന്നെ ഓൾമോസ്റ്റ് ഒരുവിധമുള്ള ദുബായ് പ്ലേസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രാഫിക് ഇല്ലാതെ പോയി വരാനായിട്ട് പറ്റും. ഇപ്പോൾ ലൈസൻസ് ഒന്നും ഇല്ലാത്തവർക്ക് വളരെ ഉപകാരമുള്ളൊരു ഓപ്ഷനാണത്. ഈവൻ ലൈസൻസ് ഉള്ളവർക്കടക്കം ട്രാഫിക് ഫേസ് ചെയ്യാണ്ട് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഇപ്പോൾ സഹാറ സെൻറ്റർ എന്ന് പറയുന്നത്. F23, F23A ബസ് ഓപ്ഷൻസാണ് ഇവിടുന്ന് അവൈലബിൾ ഉള്ളത്. അതും സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലേക്ക് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സിൻ്റെ ട്രാവലിങ് ഉള്ളൂ. ശരിക്കും അതുമില്ല, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ഒരു സിഗ്നലിൻ്റെ ഒരു ഡിലേ കാരണമാണ് ഇത്രയും വരുന്നത്. അല്ലെങ്കിൽ അത്ര പോലും ട്രാവലിംഗ് ടൈമിന് നമുക്ക് വരത്തില്ല. പിന്നെ ഈ ദുബായ് ബസ് സ്റ്റാൻഡിലോട്ട് ഇപ്പോൾ ഈ ബിൽഡിങ്ങിലുള്ള സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു 6 to 7 മിനിറ്റ്സ് മാക്സിമം ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ ഒരു ബിൽഡിങ്ങിൽ നിന്ന്. ഇപ്പോൾ രണ്ടാമതുള്ള ഫ്ലാറ്റിൽ നിന്ന് ശരിക്കും ഒരു 5 മിനിറ്റ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. 2 മിനിറ്റ്സ് അല്ലേ അത് സാറ സെൻട്രിക്കല്ലേ? ഞാൻ ദുബായ് ബസ് സ്റ്റാൻഡിലോട്ടാണ് പറയുന്നത്. അതുള്ളൂ. സാറ സെൻട്രിക്കൊക്കെ ജസ്റ്റ് ഒരു 1 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഒമേഗ ബ്രിഡ്ജ്, പിന്നെ നെസ്റ്റോ തൊട്ടടുത്തായിട്ടുണ്ട്, നെസ്റ്റോ മിയാമാള്, ഈവൻ ലുലു, NMC ഹോസ്പിറ്റൽ, പിന്നെ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ, പ്രൈം മെഡിക്കൽ സെന്റർ, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഈവൻ നോവോ സിനിമാസ്, KFC, സ്റ്റാർബക്സ്, കോസ്റ്റ കോഫി, ഫില്ലി ടീ, പിന്നെ ഫ്രയോ, പിന്നെ ബ്രോസ്റ്റഡിൻ്റെ ഒരുപാട് ഐറ്റംസ്. അതേപോലെ ഞാൻ ഇവിടുത്തെ കുറിച്ച് പറയണം, അവർക്കൊരു ഐഡിയ വേണ്ടത് എവിടെ ലൊക്കേഷൻ എന്തെല്ലാം ആക്സസിബിൾ ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉപകാരമല്ലേ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനിയൊരു ചോദ്യം വരരുത് എന്ന് വെച്ചിട്ടാണ് ഈ പറയുന്നത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. മനസ്സിലായത്? അപ്പോൾ അതൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം അവിടെ താമസിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ A to Z ഐറ്റംസ് എല്ലാം 5 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. പോരെ ഈവൻ സൂപ്പർ നെസ്റ്റോ ഒരു 0 മിനിറ്റ്സ് ആണ് വാക്കബിൾ ഡിസ്റ്റൻസ്. ഫ്ലാറ്റ് ഒരു 2 മിനിറ്റ്സ്, രണ്ടും അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത് തൊട്ട് ഓപ്പോസിറ്റ് നെസ്റ്റോ മിയാമാളാണ്. പിന്നെ 1 മിനിറ്റ് സാറ സെൻറ്റർ. ഇത് ബെസ്റ്റ് പ്ലേസ് ആണ്. നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ ഇതുവരെ താമസിച്ചതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലേസ് എനിക്കിതാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഫെസിലിറ്റീസ് അറൗണ്ട് ഉണ്ട്, നടന്നു പോകുന്ന ഡിസ്റ്റൻസിൽ. അതാണ് ഞാൻ ഇല്ല, എനിക്കറിയില്ലേ. ഞാൻ ഫുജേറയുടെ കാര്യമില്ല പറഞ്ഞത്. ദുബൈയിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡഫ്സ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് താമസിച്ചിട്ടുണ്ട്, അതായത് കിസീസിൽ. പിന്നെ റാഷിദിയയിൽ താമസിച്ചിട്ടുണ്ട്. പിന്നെ എമിറേറ്റ്സ് ടവർ ഇല്ലേ, മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ തൊട്ടടുത്ത് എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷന് അതിൻ്റെ എൻട്രൻസിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള അൽസഫ എന്നുള്ളൊരു ടവറിൽ താമസിച്ചിട്ടുണ്ട്.
അവിടെ ഒന്നും അവിടെ ഒക്കെ ബെസ്റ്റ് പ്ലേസ് ആണ്, അത് കോസ്റ്റ്ലി ആണ്, പക്ഷേ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കുറവാണ്. മനസ്സിലായോ? ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷേ ഇതേപോലെ ഇല്ല. പിന്നെ അവിടെ കോസ്റ്റ്ലി ആണ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, പക്ഷേ ഇവിടെ പിന്നെ അവിടെ അല്ല നമ്മൾ ഈ റെസ്റ്റോറന്റ് അവിടെ റെസ്റ്റോറന്റ് ഒക്കെ ആയ ഉലകത്തേക്ക് പോകേണ്ടി വരും. റെസ്റ്റോറന്റ് അല്ല സോറി, മറ്റേ പർച്ചേസിങ്ങിന്റെ പോണ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇവിടെ സൂപ്പറാണ്. പിന്നെ ദുബൈയിലൊക്കെ ഞാൻ ദുബൈയിൽ ഇവിടെ ടീകോം ബർഷ ഹൈറ്റ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും അല്ല ഞാൻ പറയുക. അപ്പോൾ അവിടേക്ക് പോലും അത്യാവശ്യം ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് ഫേസ് ചെയ്യാണ്ട് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ ബിൽഡിങ്ങിന്റെ പേരൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഫ്ലോർ നമ്പർ, കാര്യങ്ങളൊക്കെ, റൂം നമ്പറൊക്കെ നമ്മൾ പറയും കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെൻ്റൊക്കെ ഇപ്പോൾ പറയാം, നോ പ്രോബ്ലം. എനിക്ക് ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയോ സംഭവം? ഞാൻ പറഞ്ഞ ഒരു കാര്യം, അവർക്ക് ആ ബിൽഡിങ്ങിൽ ഇപ്പം നമ്മൾ വീഡിയോ ഇട്ടത് ആയതല്ലേ, അപ്പം അതിൽ റൂം റെന്റ്, സേവ എത്ര വരും, പിന്നെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് അറിയേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ആ റൂമിൻ്റെ മാത്രമല്ല, ഞങ്ങളതിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതായത് ഒരു ചെറിയ സ്മോൾ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ളുണ്ട്. പിന്നെ അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ള റൂം വിത്തല്ല, അത് സെപ്പറേറ്റ് വാഷ്റൂം, ഒരു കപ്പിളിനായിട്ട്. മലയാളീസ് മാത്രമേ ഉള്ളൂ കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാം. വെരി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സിംഗിൾ ബക്സ് പോലും ഇല്ല, അത്രയും നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വാഷ്റൂം തൊട്ടടുത്ത് തന്നെ ഒരു കപ്പിളിനായിട്ട് ഷെയർ ചെയ്യുന്ന ആ ഓപ്ഷൻ ഉണ്ട്. അതിനൊക്കെ അനുസരിച്ച് പ്രൈസ് വേരിയേഷൻസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ബാൽക്കണിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചോയ്സസ് ഉണ്ട്. ബഡ്ജറ്റ് വൈസാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റാണ് നോക്കുന്നതെങ്കിൽ കുറഞ്ഞത് നോക്കാം, അല്ലെങ്കിൽ കൂടുതൽ നോക്കാം. പിന്നെ ഒരു സിംഗിൾ ലേഡിക്കുള്ള ഒരു റൂം മുതലാണ് ഞാൻ താഴെ മുതൽ ഏറ്റവും ഹൈ റേഞ്ചിലുള്ളത് ഞാൻ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറും കേട്ടോ. ഇത് സിംഗിൾ ഫീമെയിലിനെ കൊടുക്കുന്നുള്ളൂ, സിംഗിൾ ഫീമെയിലിനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ജോബൊക്കെ നോക്കാനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ബെഡ് സ്പേസിലൊന്നും നിൽക്കാൻ താല്പര്യമില്ല, ഒരു ചെറിയ റൂം കാര്യങ്ങളിൽ അങ്ങനെ നോക്കാനായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമുമാണ്. അപ്പോൾ അങ്ങനെ ഓപ്ഷന് നോക്കുന്നവർക്ക് ഏറ്റവും ഗുഡ് ഓപ്പർച്യൂണിറ്റി ആണിത്. പക്ഷേ ഇപ്പോൾ ഇത് കറൻ്റ്ലി ഫുള്ളാണ്. എന്നോട് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പ്രീ ബുക്കിങ്ങിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത് ആ ടൈമിൽ നമ്മൾ സെറ്റാക്കും. പിന്നെ ആർക്കത് കൊടുക്കുന്നില്ല. ആ ഒരു ഓപ്ഷനാണ് നോക്കുന്നത്. കാരണം ഇവിടെ ഹൈലി ഡിമാൻഡഡ് ഏരിയയാണ്, ഓൾ ഫുള്ളാണ്. ഇപ്പോൾ കറൻ്റ്ലി എല്ലാ റൂംസും ഫുള്ളാണ്. പ്രീ ബുക്കിംഗ് എടുത്തിട്ടാണ് ഇവിടെ റൂം എടുക്കുന്നത് ഓൾറെഡി. അപ്പോൾ അത്രയും ഡിമാൻഡുള്ള ഏരിയയാണ്, എസ്പെഷ്യലി നിയർ ദ ദുബൈ ബസ് സ്റ്റേഷൻ അടുത്ത്. ദുബൈ ബോർഡർ ആയതുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡ്. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ്ങും എല്ലാം വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ സ്മോൾ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് 1400 ഓൾ ഇൻക്ലൂസീവ് ആണ് കേട്ടോ. 400 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മേടിക്കുന്നുണ്ട്, അത് റീഫണ്ടബിൾ ആണ്. അത് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തരേണ്ടി വരും. പിന്നെ അത് നിങ്ങൾ എപ്പോഴാണ് പോണത് ആ ടൈമിൽ അത് റീഫണ്ടബിൾ ആണ്. എല്ലാ റൂമിനും 15 days, അതായത് 15th. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ആ മന്ത് ലാസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ പോകുന്ന മന്തിൻ്റെ ഒരു മിഡ് ലെവൽ, അതായത് 15th മുന്നായിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയേണ്ടി വരും കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ റീഫണ്ടബിൾ ചെയ്യുന്നതാണ് ആ എമൗണ്ട് കേട്ടോ. പിന്നെ അതാണ് സ്റ്റാർട്ടിങ് അതുപോലെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും, എസ്പെഷ്യലി നോ ഹിഡൻ ചാർജസ്. ഓക്കെ. പിന്നെ അതിൻ്റെ തൊട്ട് മേളിലുള്ള ഒരു ഓപ്ഷനാണുള്ളത് 1800 പ്ലസ് വൈഫൈ ആൻഡ് സേവ വരും. ഫുള്ളി ഫർണിഷ്ഡ് ആണ്. മറ്റേതും ഫർണിഷ്ഡ് ആണ്, പക്ഷേ ലിമിറ്റാണ്. കാരണം റൂം വളരെ ചെറുതാണ്, അതിനനുസരിച്ചിട്ടുള്ള ഫർണിച്ചർ ഉണ്ടായിരിക്കുള്ളൂ. ഓഫ് കോഴ്സ് ഒരു സിംഗിൾ ബെഡിനേക്കാളും കുറച്ച് വലിയ ഒരു ബെഡാണ് ആ ചെറിയ റൂമിലുള്ളത് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കബോർഡ് ഉണ്ടായിരിക്കും. പിന്നെ സീലിംഗ് ഫാനുണ്ട്, അതേപോലെ തന്നെ സെൻട്രൽ എ സി ആണ്. അത് എല്ലാ റൂമും എൻ്റെ ഉള്ളത് ഓപ്ഷൻസ് ഒക്കെ സെൻട്രൽ എ സി ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൽ അവൈലബിൾ ആയിട്ട്. പിന്നെ വരുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത് 1800 പ്ലസ് വൈഫൈ ആൻഡ് സേവ ഡിവൈഡഡ് പെർ ഹെഡാണ് കേട്ടോ. ഇപ്പോൾ സപ്പോസ് ഒരു കുട്ടി ഉണ്ടെങ്കിൽ 2 വയസ്സിന് മുകളിലുള്ള കുട്ടിക്ക്
സേവ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ്. താഴെ 2 വയസ്സിന് താഴെ നിന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല. സേവയിൽ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ഈ 3 കാരണം കൂടിയിട്ടാണ് സേവ എന്താണെന്നറിയോ, എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ വർക്കേഴ്സാണ്. അപ്പോൾ ഒരു ഫാമിലിയാണ് ഇപ്പോൾ വരുന്ന, ഒരു കുട്ടിയും കൂടി ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരൊക്കെ വർക്കിന് പോകും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്ക്. അത് വർക്കിന് പോയിട്ട് എക്സ്ട്രാ കൺസ്യൂമിങ് ഒക്കെ വരും. അതുകൊണ്ടാണ് ചിലർ കെയർ ചെയ്യത്തില്ല അതൊന്നും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഫാമിലി വരുമ്പോൾ ഒരു 4 പേരൊക്കെ ഫാമിലിയിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ കപ്പിൾ വർക്കേഴ്സൊക്കെ വിസിറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ഒരു 24 hours കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഒരു പുറത്തേക്ക് പറയാറുണ്ട് ഈവൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി, നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു ഓപ്ഷന് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ റൂമിലുള്ളത് ഫർണിച്ചേഴ്സ് എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിങ് സൈസ് ബെഡാണ് വരുന്നത്. മാട്രസ് ഓഫ് കോഴ്സ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഫർണിച്ചേഴ്സ് ഒക്കെ ലോക്കലല്ല, അതും പ്രത്യേകം പറയാം. സോഫ, പിന്നെ ഡൈനിങ്, എന്നാ പിന്നെ ഈ പറയും ഡൈനിങ് ടേബിൾ വിത്ത് 4 ചെയർ, പിന്നെ കബോർഡ്, ഡ്രസ്സിങ് ടേബിള്, സൈഡ് ടേബിള്, ഇതൊക്കെയാണ് ഫർണിച്ചർ ആയിട്ടുള്ളത്. എല്ലാം ഉണ്ട് ഓൾമോസ്റ്റ്. ഇപ്പോൾ ഈ പറഞ്ഞത് സീലിംഗ് ഫാൻ ഉണ്ട്. സീലിംഗ് ഫാൻ അടക്കം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ശരി സാർ. പക്ഷേ ശരി സാർ. അപ്പോൾ സീലിംഗ് ഫാന് ഞങ്ങൾ സീലിംഗ് ഫാൻ ഒന്നും മിണ്ടാണ്ട് സീലിംഗ് ഫാന് ഇതൊന്നും ഒന്ന് പറയുമ്പോൾ തെറ്റിക്കില്ല കേട്ടോ മതി. സീലിംഗ് ഫാന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിടാൻ മാത്രം. അപ്പം പിന്നെ AC വേണ്ടേ? AC, സെൻട്രൽ AC. അപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് സേവൊക്കെ അത്യാവശ്യം ബില്ല് നിങ്ങൾക്ക് ബഡ്ജറ്റ് വൈസ് ഒക്കെ നോക്കുകയാണ്. അത്രയും ബില്ലൊന്നും വരുന്നതൊന്നും എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് സീലിംഗ് ഫാൻ യൂസ് ചെയ്യാം. അപ്പം കുറഞ്ഞു കേട്ടാ, അത് കമ്പാരിറ്റീവ്ലി കുറവാണ് കരുത്. അതുകൊണ്ട് അപ്പം അത് മനസ്സിലായില്ലേ? അപ്പം അതിന് പോലും അപ്പം നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. ഈവൻ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പോവുകയെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. വല്ലതും സേവ് ചെയ്യേണ്ട നിങ്ങൾക്ക് AC യൂസ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നോ പ്രോബ്ലം. അപ്പോൾ വരുന്ന ബില്ല് പേ ചെയ്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതൊന്നുകൂടി സ്പീഷ്യസ് ആണ്. റൂം സൈസിൽ മാത്രം കേട്ടോ. ബാക്കിയുള്ള കബോർഡൊക്കെ കുറച്ചുകൂടി വലുതായിരിക്കും. അത് ഒരു 1900 പ്ലസ് വൈഫൈ ആൻഡ് സേവ വരും. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ പോലെ സെയിം തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഈ കബോർഡും കാര്യങ്ങളും. പിന്നെ റൂം സൈസ് ഇത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ബാത്റൂം രണ്ടിനും ഈ പറഞ്ഞ 2 ഓപ്ഷനും ബാത്റൂം ഷെയറിംഗ് ആണ്. അതായത് ഷെയറിംഗ് എന്ന് വെക്കുമ്പോൾ ഒരു കപ്പിളിനായിട്ട് ഷെയറിംഗ് ആണ്. മലയാളി കപ്പിൾ ഓഫ് കോഴ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ. പിന്നെ കിച്ചന് ഓഫ് കോഴ്സ് ബിഗ് കിച്ചണാണ് വിത്ത് അറ്റാച്ച്ഡ് ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി കോമൺ ആണ്. എല്ലാവർക്കും ക്ലോത്ത് ഡ്രൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ കിച്ചണിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, 2 ഫ്രിഡ്ജ് ഉണ്ട്. ബിഗ് ഫ്രിഡ്ജാണ്, അത്യാവശ്യം സ്പീഷ്യസ് ആണ്, അത്യാവശ്യം എല്ലാവർക്കും സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇയാളൊരു കാര്യം പറഞ്ഞില്ല, ഇത് 2 BHK ആണോ 3 BHK? അതൊക്കെ ഞാൻ പറയാം ഫജി, അതൊക്കെ പറയാം. വെയിറ്റ് ചെയ്യ്, ഫസ്റ്റ് പറയണ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പറയുന്നതിനിടെ ഞാൻ ഒരു ഫ്ലോ കളയില്ലട്ടോ ഫജിയുടെ കയറിയിട്ട് ഉള്ള കാര്യം പറയാം. അപ്പോൾ ഓക്കെ എന്താ പറഞ്ഞ അപ്പോൾ ഫ്രിഡ്ജ് 2 ഫ്രിഡ്ജ് ഉണ്ട്. അത്യാവശ്യം 5 ബേണർ കുക്കിംഗ് റേഞ്ച് ആണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല സ്പീഷീസ് ആണ്. 2 പേർക്കൊക്കെ ഒരുമിച്ച് നിന്ന് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ. പിന്നെ വരുന്നത് എന്താ, ഓവൺ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കബോർഡ് ഉണ്ട്. ഫുള്ളി ഫർണിച്ചറാണ് കിച്ചന്. കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അത്യാവശ്യം സ്പീഷീസ് ആയിട്ടുള്ള കബോർഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫജിക്ക് പറയാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇല്ലല്ല. ഓക്കെ. പിന്നെ അതിൽ നമ്മളെ ഇപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും നമ്മൾ കൊടുക്കണതെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പർ പ്രകാരം എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ്. ഇവിടെ അങ്ങനെ ആർക്കും പ്രയോറിറ്റി ഒന്നുമില്ല. ഇൻക്ലൂഡിങ് ഇപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ഈക്വൽ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്കും പ്രയോറിറ്റി ഒന്നുമില്ല കേട്ടോ. അത്രയും എന്താ പറയുക, ലോയലായിട്ടാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ 3 BHK ഫ്ലാറ്റിനെ കുറിച്ചിട്ടാണ്. 3 BHK എന്ന് പറയുമ്പോൾ ഹാളും ഒരു റൂമായിട്ട് എടുത്തിട്ടുണ്ട്. വേറെ പാർട്ടീഷൻസോ കാര്യങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ. പിന്നെ അടുത്തത് പറയാൻ പോകുന്നതാണ്, മുന്നൊരു ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം ഫ്ലാറ്റാണ്, 2 BHK ആണത്. അതായത് 3 കപ്പിൾസ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. അതിൽ സ്റ്റാർട്ടിങ് വരുന്നത് 2000 മുതലാണ്. റൂം വിത്ത്
പ്രൈവറ്റ് വാഷ്റൂമാണ്. അതായത് വാഷ്റൂം അറ്റാച്ച്ഡ് അല്ല, റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാഷ്റൂം വരുന്നത്. ഈ സെയിം സംഭവം തന്നെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റൂമിലൊക്കെ ഈ സെയിം സെറ്റുകൾ ഉണ്ടായിരിക്കട്ടെ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ അടുത്ത ഓപ്ഷനാണ് 2200 ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്, ബാൽക്കണി ഉണ്ട്, ഈ പറഞ്ഞ ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് 2200. പിന്നെ വരുന്നത് ഒരു സ്പീഷ്യസ് ആയിട്ടുള്ള വലിയ ഒരു റൂമാണ്. അതിൽ ബാൽക്കണി ഉണ്ട്, വാഷ്റൂം പ്രൈവറ്റ് തന്നെയാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കും. അറ്റാച്ച്ഡ് അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ആണ്. പ്രൈവസി ആയിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. പ്രൈവസി ആരും കാണാതെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. അറ്റാച്ച്ഡ് തന്നെയെന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ അതിൽ സിറ്റ് ഔട്ട് പോലെ ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ്. നിങ്ങൾക്ക് വരുന്ന ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതെന്താ പറയുക, വലിയൊരു റൂമാണ്. അപ്പൊ അതിന്റെ അത് എന്തായത് അപ്പുറത്തൊരു വലിയൊരു കിങ് സൈസ് ബെഡ് ഇട്ടിട്ട് മിഡിലായിട്ട് നമ്മളൊരു വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ കബോർഡിന്റെ അപ്പുറത്തെ സൈഡിൽ വലിയ ബെഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഇപ്പുറത്തെ സൈഡിലായിട്ട് സോഫയും ഡൈനിങ് ടേബിളും അങ്ങനെ ആയിട്ട് ഒരു സെറ്റപ്പ് ആണ്. ഒരു സ്റ്റുഡിയോ പോലെ. കിച്ചൺ എന്തായാലും ഷെയറിംഗ് ആണ്. പക്ഷെ ആ സിറ്റ് ഔട്ട് എന്ന് വെച്ചാൽ പുറത്തിരിക്കാന്നല്ലേ. അതേപോലെ തന്നെ ബെഡ്റൂമിന്റെ പുറത്ത് അങ്ങനെ ഒരു ഉദ്ദേശത്തില് കാര്യം മനസ്സിലായില്ല നിങ്ങൾക്ക്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ആണ്. അതും കൂടി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് സ്പീഷ്യസ് ആണ് സംഭവം. അപ്പോൾ അതിനും ഈ 2200 ഞങ്ങൾ മേടിക്കുന്നുള്ളൂ. പ്ലസ് വൈഫൈ ആൻഡ് സേവ വരും കേട്ടോ. ഈ പറഞ്ഞതിനൊക്കെ പ്ലസ് വൈഫൈ ആൻഡ് സേവ വരും. പിന്നെ ഇതിനൊക്കെ 2000 600 അഡ്വാൻസും പിന്നെ ബാക്കി 2 ഓപ്ഷനില്ലേ 2200 അതിന് 700 അഡ്വാൻസാണ് സെക്യൂരിറ്റി അഡ്വാൻസ് ആയിട്ട് മേടിക്കുന്നത്. അത് റീഫണ്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇതാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഓപ്ഷൻസ്. താല്പര്യമുള്ളവർ കൂടുതലായിട്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും റൂമൊക്കെ അറിയണമെങ്കിൽ ഫജി നമ്പർ കൊടുക്കില്ലേ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ ഫുള്ളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ്. ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അഥവാ അതിൻ്റെ മുന്നേ അവൈലബിൾ അല്ലെങ്കിൽ ഇൻ കേസ് അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഞാൻ അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ഏകദേശം മുന്നായിട്ട് ആ ഒരു 10 to 20 ഡേയ്സിൻ്റെ മുന്നായിട്ട് ഞാൻ റീഫണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അവൈലബിൾ അല്ലെങ്കിൽ ഇൻ കേസ്. അപ്പോൾ പ്രീ ബുക്കിങ്ങിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ഒരു സേഫ്റ്റി പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു വിഷയമില്ല. സേഫാണ് ഞങ്ങൾ എമൗണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ സ്റ്റുഡിയോ ഉണ്ടോ ആ ബിൽഡിംഗിൽ? 1 BHK ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് എങ്ങനെയാ? അത് 1 BHK 2 BHK ഒക്കെ ആയിട്ട് അത് നിങ്ങൾ ഡയറക്റ്റ് ഏജന്റിനെ, അതായത് റിയൽ എസ്റ്റേറ്റ് ഏജന്റിനാണ് കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇത് റൂം എടുത്തിട്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഫുൾ ഫർണിഷ് ചെയ്യാൻ എത്ര റുപ്പീസ്? അത് ഡിപ്പെൻഡ് ആണ്. ഇപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫർണിച്ചേഴ്സാണ് ഇട്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഒരു 10,000 മേലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുക കേട്ടോ. കൂടിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ പിന്നെ ഈവൻ അതും ഡിപ്പെൻഡ് ആണ്. ഇപ്പം നിങ്ങൾ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ കൈയൊന്നും കഴിക്കുന്നില്ല. ഈ പറയണത് ഇല്ലാണ്ടാക്കില്ല. ഇതിൻ്റെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ചോദിച്ചിട്ടുണ്ട് പജി. പിന്നെ അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫർണിച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫർണിച്ചർ ഐറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലോ ക്വാളിറ്റി, വെരി ചീപ്പ് ക്വാളിറ്റി മുതൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എമൗണ്ട് ഫിക്സാക്കി പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തൊക്കെ എടുക്കാമെന്ന് നമുക്ക് പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അതും കൂടാതെ തന്നെ ഒരുപാട് ഹിഡൻ ചാർജസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ ഡയറക്റ്റ് എഗ്രിമെൻറ്റിൽ ഫ്ലാറ്റ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഫ്ലാറ്റ് എടുക്കുക കാര്യങ്ങൾ, അതിൻ്റെ ഒക്കെ ഹിഡൻ ചാർജ്, ജാരി ഫീ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ടെൻഡൻസി കോൺട്രാക്റ്റിൻ്റെ ഒക്കെ കമ്മീഷന്, അഡ്മിൻ ഫീ, ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട്. ഈവൻ അതും കൂടാണ്ട് തന്നെ സേവ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ വേറെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതും പോരാണ്ട് തന്നെ കിച്ചണിൽ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് മേടിക്കാണ്ട്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ കാര്യങ്ങളും ഇതൊക്കെ ഒരുപാട് വേറെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫർണിച്ചർ എന്നുള്ളത് വുഡൻ ഫർണിച്ചർ കാര്യങ്ങളൊന്നും കൂടാണ്ട് ഇലക്ട്രോണിക് ഐറ്റംസുകൾ ഒരുപാട് വേറെ വരുന്നുണ്ട്. വയറിങ് വരുന്നുണ്ട്, സീലിംഗ് ഫാനും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഒക്കെ റേഞ്ച് വരും. അപ്പോൾ അത് നിങ്ങൾ ഈ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാര്യങ്ങൾ
ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാണ്ട് വെറുതെ പോയി ചാടരുത്. ലാസ്റ്റ് പൈസ ഇല്ലാണ്ട് അവിടെ ഇവിടെ അല്ലാണ്ട് പെട്ട് പോകരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങളൊരു സംഭവത്തിലേക്ക് ചാടാവും. ഞാനൊരു റിക്വസ്റ്റാണ്, ആരും പെട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതും കഴിഞ്ഞിട്ട് വേറെ കുറേ സംഭവങ്ങളുണ്ട്, അറിയാണ്ടൊന്നും കയറിയിട്ട് പെടരുത്. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഇയാള് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ മറന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് ഫജി അത്രയും റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ എല്ലാം വെട്ടി തുറന്ന് പറയും. അപ്പൊ അതിനൊരു തടയിടാൻ എഴുതിയതാണ്.